ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ലാബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 447/2023 ഇതിന്റെ ഒരു ജില്ലയിലെ നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് വയനാടാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളും ബാക്കി ജില്ലയിലെ കാര്യങ്ങളും കഴിഞ്ഞ ലിസ്റ്റിന്റെ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട്, എത്ര ആൾക്കാരുണ്ടായിരുന്നു, കട്ട് ഓഫ് എത്രയൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ വേക്കൻസി, അതായത് ഇപ്പോഴുള്ള വേക്കൻസി 14 വേക്കൻസിയാണ്. കൊല്ലത്ത് 11 വേക്കൻസിയാണുള്ളത്. പത്തനംതിട്ടയിൽ 5 വേക്കൻസിയാണുള്ളത്. ആലപ്പുഴയിൽ 3 വേക്കൻസിയാണുള്ളത്. കോട്ടയത്ത് 1 വേക്കൻസിയാണുള്ളത്. ഇടുക്കിയിൽ വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളത്ത് 17 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. തൃശ്ശൂർ 9 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. പാലക്കാട് 7 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. മലപ്പുറത്ത് 5 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. കോഴിക്കോട് 26 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. വയനാട് വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ടായിട്ടില്ല. വയനാട് എലിജിബിലിറ്റി ലിസ്റ്റിന്റെ ആൾക്കാർ ടോട്ടൽ എത്ര പേർക്ക് മെയിൻ പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തെന്ന് ചോദിച്ചാൽ 3068, ഏകദേശം 3068 പേരാണ് മെയിൻ പരീക്ഷ എഴുതാനായിട്ട് യോഗ്യത നേടിയത്. അവിടുത്തെ കട്ട് ഓഫ് 46.96 ആണ്. ഓക്കെ, 46.96. ഈ കണ്ണൂർ 9 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. കാസർഗോഡ് 7 വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം വയനാട് കാര്യം നമ്മൾ ഒന്നുകൂടെ നോക്കുമ്പോൾ വയനാട് 3068 പേർക്കാണ് മെയിൻ പരീക്ഷ എഴുതാനായിട്ട് അവസരം കൊടുത്തത്. കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്, കാരണം 46.96 ആണ് കട്ട് ഓഫ്. അപ്പോൾ ബാക്കിയുള്ള ജില്ലയിൽ ഇപ്പോൾ വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്ത വയനാട് 3068 പേർക്ക് മെയിൻ പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ലകളിൽ കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് മെയിൻ പരീക്ഷ എഴുതാനായിട്ട് കുറച്ചുകൂടെ ഉദ്യോഗാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് 26 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോടൊക്കെ കുറച്ചുകൂടെ ആൾക്കാരെ മെയിൻ പരീക്ഷ എഴുതാനായിട്ട് അവസരം കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിന്നെ വേക്കൻസി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് 17 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. 14 വേക്കൻസിയാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൊല്ലത്ത് 11 വേക്കൻസി. പിന്നെ ബാക്കിയെല്ലാം 10-ൽ താഴെ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ ജില്ലയിലും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ തിരുവനന്തപുരത്ത് 189 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത്. അവിടെ ടോട്ടൽ അഡ്വൈസ് 80 ആണ് പോയിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 80 ആണ്. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം 85.67 ആണ്. കൊല്ലത്ത് 200 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് അവിടെ 69 ആണ്. 83.67 ആയിരുന്നു കട്ട് ഓഫ്. പത്തനംതിട്ടയിൽ 100 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 11 അഡ്വൈസ് ആണ് ടോട്ടൽ അവിടെ പോയിരിക്കുന്നത്. കട്ട് ഓഫ് 79.33 ആണ്. ആലപ്പുഴയിൽ 150 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 27 ആണ് ടോട്ടൽ അഡ്വൈസ് അവിടെ പോയിരിക്കുന്നത്. 72.67 ആണ് അവിടുത്തെ കട്ട് ഓഫ്. ഓക്കെ, കോട്ടയത്ത് 149 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 10 അഡ്വൈസ് ആണ് അവിടെ പോയിരിക്കുന്നത്. 82.33 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. ഇടുക്കിയിൽ 101 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരുന്നത്, മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 26 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 72.33 ആണ് അവിടുത്തെ കട്ട് ഓഫ്. എറണാകുളത്ത് 192 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരുന്നത്, മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 70 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 82.33 ആണ് അവിടുത്തെ കട്ട് ഓഫ്. തൃശ്ശൂർ 205 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരുന്നത്, മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 86 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 76 ആയിരുന്നു കട്ട് ഓഫ്. പാലക്കാട് 199 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 10 അഡ്വൈസ് ആണ് അവിടെ പോയിരിക്കുന്നത്. 84 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. മലപ്പുറത്ത് 198 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 88 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 76 ആയിരുന്നു കട്ട് ഓഫ്. കോഴിക്കോട് 187 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 61 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. കട്ട് ഓഫ് 83. വയനാട് ഞാൻ നേരത്തെ പറഞ്ഞു 102 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 24 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 70.67 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. കണ്ണൂർ 198 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 67 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. 83.67 ആണ് അവിടുത്തെ കട്ട് ഓഫ്. കാസർഗോഡ് 151 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. 49 ആണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. പഴയ ലിസ്റ്റിലെ കട്ട് ഓഫ് 79 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്ഥിതി. കട്ട് ഓഫിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ എണ്ണം ഇട്ടിരുന്നത് തൃശ്ശൂരാണ്. പിന്നെ കൊല്ലമാണ് 200 പേര്. ഏറ്റവും കുറവ് ആൾക്കാരുടെ എണ്ണം ഇട്ടിരുന്ന ജില്ലയാണ് ഇടുക്കി 101, വയനാട് 102. ഓക്കെ, ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയ ജില്ലയാണ് മലപ്പുറം. 88 അഡ്വൈസ് ആണ് അവിടെ പോയിരിക്കുന്നത്. പിന്നെ തൃശ്ശൂർ 86, പിന്നെ തിരുവനന്തപുരം 80. ഓക്കെ, കട്ട് ഓഫ് കൂടിയ ജില്ല കഴിഞ്ഞ ലിസ്റ്റ് തിരുവനന്തപുരമാണ്. 85.67. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് വന്നത് വയനാടാണ്. 70.67 ആണ് വയനാടത്തെ കട്ട് ഓഫ്. ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അഡ്വൈസ് ഒക്കെ വളരെ കുറവായിട്ടാണ് പോയിരിക്കുന്നത്. കട്ട് ഓഫ് നന്നായി കൂടിയും നിൽക്കുന്ന
നിൽക്കുന്ന ഒരു പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലാബ് അസിസ്റ്റന്റിന് മെയിൻ പരീക്ഷ എഴുതിയാൻ നമുക്ക് അവസരം കിട്ടിയാൽ തന്നെ നല്ലതുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആദ്യത്തെ കുറച്ച് റാങ്കുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. 21/6/2025 എക്സാം നടക്കുന്നത്. എല്ലാ ജില്ലയിലും ഒരുമിച്ചാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പഠിക്കുക. അപ്പം വയനാട് മാത്രമാണ് വന്നിരിക്കുന്നത്, ബാക്കിയുള്ള ജില്ലയും ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽ. ലാബ് അസിസ്റ്റന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം നല്ലതുപോലെ പഠിക്കുക. നമ്മുടെ LD-യുടെ മെയിൻ്റെ സിലബസ് ആണ് വരുന്നത്. അപ്പം ലിസ്റ്റ് വരാൻ ചാൻസ് ഉള്ള എല്ലാവരും ഇപ്പം കട്ട് ഓഫ് ചെയ്യുന്നത് കണ്ടിട്ട് 46.96 ബാക്കിയുള്ള ജില്ലയിലും കുറച്ചൊക്കെ കൂടിയാലും ഒരുപാടൊന്നും കൂടാനുള്ള സാധ്യതയില്ല നമ്മുടെ ഈ ലിസ്റ്റ് കണ്ടിട്ട്. ഓക്കെ, അപ്പം ജില്ലാതലത്തിൽ നടന്ന എക്സാം ആയതുകൊണ്ടാണ് കട്ട് ഓഫ് ഇത്രയും കുറഞ്ഞത്. ഇതിന്റെ കൂടെ നടന്ന ബാക്കിയുള്ള പ്രിലിംസിന്റെ ഒക്കെ കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ കുറഞ്ഞിട്ടാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കുറച്ച് കട്ട് ഓഫ് കൂടും, പക്ഷേ വലുതായിട്ടില്ല. കഴിഞ്ഞ ആ ഒരു പ്രിലിംസിന്റെ ബാക്കി പരീക്ഷ, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA അങ്ങനെയൊക്കെയുള്ള പരീക്ഷയുടെയൊക്കെ കട്ട് ഓഫിന്റെ അത്രയൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ ഈ ലിസ്റ്റ് കണ്ടിട്ട്. ഓക്കെ, അപ്പം ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരും നല്ലപോലെ പഠിക്കുക, ബാക്കിയുള്ളവരും പഠിക്കുക. ബാക്കിയുള്ളവർ നമുക്ക് ഈ 2025 അവസാനത്തോടു കൂടി കുറേ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലകൾ റിസൾട്ട് വരുന്നതനുസരിച്ച് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.